ഹലോ കൂട്ടുകാരെ, ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ പടം കണ്ടപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണെന്ന്. ഇന്ന് ശംഖുപുഷ്പത്തിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കി കാണിക്കാനാണ് ഞാനിന്ന് വന്നത്. അപ്പം നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മുഖത്തെ കറുത്ത പാട്, പിന്നെ മുഖമൊക്കെ വെട്ടി തിളങ്ങാനുമൊക്കെ നല്ലതാണ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അതിനകത്ത്. നമുക്ക് സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ശംഖുപുഷ്പം, അലോവേര, റോസ് വാട്ടർ, ഗ്ലീസറിന് എല്ലാം കൂടെ നമ്മളൊന്ന് അരച്ചുകൊണ്ട് വന്ന മിക്സാണിത്. എല്ലാം ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ശംഖുപുഷ്പം കിട്ടുമ്പോൾ ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അത് ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അതിലേക്ക് ഒലിവ് ഓയിൽ നമുക്ക് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കാം. അത് ഏറ്റവും നല്ലതാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഒലിവ് ഓയിലിൻ്റെ ഗുണങ്ങൾ. പിന്നെ അതിലോട്ട് റോസ് വാട്ടറാണ് ഒഴിച്ചത്. 1 ടേബിൾ സ്പൂണ് റോസ് വാട്ടർ, പിന്നെ 1 ടേബിൾ സ്പൂണ് ഗ്ലിസറിന്. നമ്മളിതെല്ലാം കൂടെ എടുക്കുന്നത് ഒരു 50 ഗ്രാമാണ് എടുക്കുന്നത്. എല്ലാം കൂടെ 3 വിറ്റാമിൻ ഇ ഗുളികയും കൂടെ ചേർക്കാം. ഞാൻ 1/2 കിലോ ബേസിനുള്ള സാധനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കിലോ ബേസിന് നമ്മൾ ഒരു 50 ഗ്രാം 60 ഗ്രാമൊക്കെ കുഴപ്പമില്ല. അപ്പം അതിനകത്ത് കൂടുതൽ ചേർക്കേണ്ടത് ഒരു വിറ്റാമിൻ ഇ ഗുളികയുടെ 3 വിറ്റാമിൻ ഇ ഗുളികയും കൂടെ അതിനകത്ത് ചേർത്തു. പിന്നെ ഇതിന് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം കുറച്ച് അലോവേറയുടെ ജെല്ലും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഞാൻ ഈ വിറ്റാമിൻ ഇ ഗുളികയുടെ നല്ലതായിട്ട് എല്ലാം കൂടെ ഞെക്കി അതിനകത്ത് ചേർത്താണ്. പിന്നെ അലോവേറ ജെല്ല് 1 ടേബിൾ സ്പൂണ് അലോവേറ ജെല്ലും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ 1/2 കിലോ ബേസാണെന്ന് എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പം ആരെങ്കിലും നമുക്ക് ഇത് സോപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാം നല്ല സോപ്പ് ബേസ് വാങ്ങിച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. കാരണം ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നത് എനിക്ക് കളുപ്പ് പറ്റി പോയിരുന്നു. അതുകൊണ്ട് ഞാനിപ്പം നല്ലൊരു സോപ്പ് ബേസാണ് വാങ്ങിയത്. നല്ല പതയാണ്, എല്ലാം ഉണ്ട്. ഇത് മെൽറ്റായ ശേഷം തന്നെ അടുപ്പ വെച്ച് തന്നെ ഞാൻ നമ്മൾ കൂട്ടി വെച്ചിരുന്ന മിക്സ് അതിനകത്തോട്ട് ചേർത്തു. നല്ലതായിട്ട് മെൽറ്റായത് ചേർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കളറെല്ലാം ഒന്ന് മാറി. ഇതെല്ലാം താത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ സ്മെല്ല് ഒഴിക്കാവുള്ളൂ. ആർക്കെങ്കിലും സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിൽ എന്നോട് കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മളിത് മെൽറ്റായ ശേഷം അതിനകത്ത് സ്മെല്ലും ചേർത്തിട്ട് നമുക്ക് മോൾഡിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. മോൾഡിനകത്ത് ഒഴിച്ചിട്ട് ഇതൊരു 3 മണിക്കൂറൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ ഇത് സെറ്റാകും. അത്രയ്ക്ക് നല്ല ബേസാണിത്. നല്ല കട്ടിയാണ്, നല്ലതാണ്, നല്ല പതയുണ്ട്. 1/2 കിലോ ബേസ് കൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് 5 സോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 100 ഗ്രാമിന് മുകളിലുണ്ടല്ലോ. ഇത് മോൾഡിനകത്ത് നിന്ന് എടുത്ത ഉടനെ ക്ലീൻ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കണം, അല്ലെങ്കിൽ സോപ്പ് അഴുക്കായിപ്പോവും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.